ഇന്ന് HDFC ബാങ്കിനെ കുറിച്ച് പലതരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ചിലർ ബാങ്ക് വലിയ തകർച്ചയിലാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ ഇതൊരു സുവർണ അവസരമാണെന്ന് വാദിക്കുന്നു. സത്യത്തിൽ HDFC ബാങ്ക് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ലയനത്തിന് ശേഷം നേരിട്ട പ്രതിസന്ധികൾ അവർ മറികടന്നു. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. HDFC ലിമിറ്റഡും ബാങ്കും തമ്മിലുള്ള ലയനം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതായിരുന്നു. എന്നാൽ വലിയൊരു ആനയെ വിഴുങ്ങിയ പാമ്പിന്റെ അവസ്ഥയിലായിരുന്നു കുറച്ചു കാലം ബാങ്ക്. ലോണുകൾ ഒരുപാടുണ്ടെങ്കിലും അത് നൽകാൻ ആവശ്യമായ നിക്ഷേപം ബാങ്കിലേക്ക് എത്തിയില്ല. ഇതാണ് ബാങ്കിന്റെ ലാഭവിഹിതത്തെ ബാധിച്ചതും ഓഹരി വില താഴാൻ കാരണമായതും. എന്നാൽ കഴിഞ്ഞ 2 ക്വാർട്ടറുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ബാങ്ക് പതുക്കെ നില മെച്ചപ്പെടുത്തുന്നതായി കാണാം. നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ ബാങ്ക് വലിയ തോതിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പഴയ വേഗതയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. ബാങ്ക് ഇപ്പോൾ അതിന്റെ വരുമാനം കൂട്ടാൻ ചില പുതിയ വഴികൾ തേടുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ATM ചാർജുകളിലും UPI ഇടപാടുകളിലും ബാങ്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് സാധാരണ ഇടപാടുകാർക്ക് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ശക്തമാക്കാൻ സഹായിക്കും. ബാങ്ക് അതിന്റെ പ്രവർത്തന ചിലവ് കുറയ്ക്കാനുള്ള കർശനമായ നടപടികളിലേക്കും കടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബാങ്കിന്റെ ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ള ആളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു ഷോർട്ട് ടേം കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാവുന്ന ഓഹരിയല്ല. ബാങ്ക് അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ചുരുങ്ങിയത് 1-2 വർഷം കൂടി വേണ്ടിവരും. സ്ഥിര നിക്ഷേപക്കാരുടെ കാര്യം പറഞ്ഞാൽ പേടിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയിൽ HDFC ബാങ്കിന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം ബാങ്കിൽ സുരക്ഷിതമാണ്. പക്ഷെ മറ്റു ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കുമായി താരതമ്യം ചെയ്തു മാത്രം പുതിയ നിക്ഷേപങ്ങൾ നടത്തുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. സാമ്പത്തിക വിപണിയിലെ ലഭ്യമായ വിവരങ്ങൾ വിശകലനം ചെയ്യുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഏതൊരു നിക്ഷേപവും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം നടത്തുക. പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ചുരുക്കത്തിൽ HDFC ബാങ്ക് തകർച്ചയിലല്ല, മറിച്ച് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. ഈ മാറ്റം വിജയകരമാകുമോ എന്ന് വരും മാസങ്ങളിൽ ബാങ്കിന്റെ പ്രകടനം നോക്കി നമുക്ക് മനസ്സിലാക്കാം. HDFC ബാങ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.